നമസ്കാരം, ചലഞ്ചറാബിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. അതായത് കേരള ബജറ്റ് ആണ്. നമ്മൾ കേന്ദ്ര ബജറ്റ് നോക്കിയിരുന്നു. അപ്പൊ അടുത്ത ദിവസങ്ങളിൽ കേരള ബജറ്റ് പ്രഖ്യാപിച്ചു. പക്ഷെ നമുക്കത് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. കുഴപ്പമില്ല, നമുക്കത് അതിനുശേഷം എക്സാം ഒന്നും വന്നിട്ടില്ല. അപ്പൊ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കേരള ബജറ്റാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പൊ ഇനി വരുന്ന എക്സാംസിൽ കേന്ദ്ര ബജറ്റും കേരള ബജറ്റും ഒക്കെ ചോദിക്കാനിടയുണ്ട്. അപ്പൊ അതിൽ നമ്മൾ കേരള ബജറ്റ് ഫുൾ ഒന്നും നോക്കുന്നില്ല. എക്സാം ഓറിയന്റഡ് ആയിട്ട് മാത്രം പദ്ധതികളും എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങളൊന്നും ജസ്റ്റ് അതിന്റെ കീവേഡ്സ് ഒക്കെ ജസ്റ്റ് ഒന്നും പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ ഒരുപാട് പദ്ധതികളുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ പദ്ധതികൾ സെപ്പറേറ്റ് പഠിക്കത്തില്ലേ, അപ്പം ആ പദ്ധതികൾ നമ്മൾ എക്സാം വേറെ ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ പദ്ധതികൾ നോക്കുന്നില്ല. അങ്ങനെ നമ്മൾ ഈ പദ്ധതികൾ നോക്കും. ജസ്റ്റ് ഇതിൽ കുറച്ച് പദ്ധതികൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നമുക്ക് ഒരുപാട് പദ്ധതികളുണ്ട്, അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം. ഇത് കൂടാതെ നമ്മൾ കേന്ദ്ര ബജറ്റ് പഠിച്ചിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ എന്ത് ചെയ്യാം, പ്ലേ സ്റ്റോറിലേക്ക് പോകാൻ പറ്റും. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണ്. ഇപ്പൊ 2025-26 കാലഘട്ടത്തിലെ ബജറ്റ് പ്രഖ്യാപിച്ചത് ധനമന്ത്രി KN ബാലഗോപാലാണ് കേട്ടോ. KN ബാലഗോപാലാണ്. എന്നാണ് പ്രഖ്യാപിച്ചത് 2025 ഫെബ്രുവരി 7 കേട്ടോ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ബജറ്റുമായി ബന്ധപ്പെട്ട് വരികയാണ് എങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ച് നന്നായിട്ട് പഠിച്ചിരിക്കണം. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഡീപ്പായിട്ട് നോക്കി പോകുന്നേ ഉള്ളു കേട്ടോ. അപ്പൊ ആരാണ് നമ്മൾ ധനമന്ത്രി ആയിട്ടുള്ള KN ബാലഗോപാലാണ് നമ്മുടെ ബജറ്റ് അവതരിപ്പിച്ചത്. 2025 ഫെബ്രുവരി 7 അദ്ദേഹത്തിന്റെ 5ാം ബജറ്റാണ്. മണ്ഡലം കൊട്ടാരക്കരയാണ്. ഇപ്പം മണ്ഡലമൊക്കെ ചോദിക്കുന്നത് കൊണ്ടാണ് അതുകൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ സിറ്റിസൺ ബജറ്റ് ആണ് നമുക്ക് ഇതിൽ എക്സ്ട്രാ പഠിക്കാനുള്ള പുതിയൊരു വാക്ക് എന്ന് പറയുന്നത്. കാരണം 2025 കേരളത്തിൽ ആദ്യമായി സിറ്റിസൺ ബജറ്റ് അവതരിപ്പിക്കുന്നത് കേട്ടോ. 2025 സിറ്റിസൺ ബജറ്റ് ആദ്യമായി അവതരിപ്പിക്കുന്നത്. അപ്പൊ ബജറ്റ് രേഖയിലുള്ള ഒരു വാക്കാണ് സിറ്റിസൺ ബജറ്റ്. അപ്പൊ എന്താണ് സിറ്റിസൺ ബജറ്റ് എന്ന് നമുക്ക് നോക്കാം. ബജറ്റിലെ വരവും ചിലവും എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ ലളിതമായി വിവരിക്കുന്നതാണ് എന്ത്, സിറ്റിസൺസ് ബജറ്റ്. പേരിൽ തന്നെ ഉണ്ട് സിറ്റിസൺസ് എന്ന് പറയുമ്പോൾ പൗരന്മാർക്ക് പൗരന്മാരുടെ ബജറ്റ്, അതായത് പൗരന്മാർക്ക് മനസ്സിലാകത്തക്ക രീതിയിലുള്ള ഒരു ബജറ്റ് ആണ്. ഇപ്പൊ സാധാരണ നമുക്ക് ബജറ്റ് ഫുൾ മനസ്സിലാകില്ല. നമുക്ക് പിറ്റേന്ന് പേപ്പർ വരുമ്പോഴാണ് എന്ത് കൂടി കുറഞ്ഞു എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ അതിന്റെ PDF വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊന്നും മനസ്സിലാവില്ല. അപ്പം ഈ ബജറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ്, ബജറ്റിലെ വരവും ചിലവും എല്ലാവർക്കും മനസ്സിലാകും, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു ബജറ്റാണ് എന്ത്, സിറ്റിസൺ ബജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 2025 കേരളത്തിലെ ആദ്യത്തെ സിറ്റിസൺ ബജറ്റ് എന്ന് പറയാം. അപ്പൊ അതിന്റെ വരവും ചിലവും ഒക്കെയാണ് നമ്മളൊന്ന് പറയുന്നത്. നമ്പേഴ്സ് നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ, ഓർത്തിരിക്കാന്നുള്ളൂ. നമ്മുടെ വരവെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വരവ് ലഭിച്ചത് GST, വിൽപ്പന, നികുതി, മദ്യം, ലോട്ടറി തുടങ്ങിയവയിൽ നിന്നാണ് കേട്ടോ. എന്താണ് ഏറ്റവും കൂടുതൽ വരവ് ലഭിച്ചത്? ഏതാണ്? GST, വിൽപ്പന, നികുതി, മദ്യം, ലോട്ടറി. 1 ലക്ഷം കോടിക്ക് അടുത്താണ് വരവ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ കടമെടുത്ത തുക, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതല്ല, എന്നാലും നമ്മൾ ഒരു ബജറ്റ് പറയുമ്പോൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതൊന്ന് നോക്കി വെക്കുക. പിന്നെ എന്താണ് ചെലവ്, വരവും ചെലവുമാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ, മുമ്പ് വാങ്ങിയ കടത്തിന്റെ പലിശ തുടങ്ങിയവയ്ക്ക് അങ്ങനെയാണ് ചെലവ് വന്നത്. അതും 1 ലക്ഷം കോടിക്ക് അടുത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നിരക്കുകൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ട് അപ്പൊ നമ്മൾ കൂട്ടിയ നിരക്കുകൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. 23 കോടതി ഫീസുകൾ കൂട്ടിയിട്ടുണ്ട്. അപ്പം കോടതി ഫീസുകൾ നമുക്ക് കൂട്ടിയിട്ടുണ്ട്. പിന്നെ 15 വർഷത്തിലേറെ പഴക്കമുള്ള സ്വകാര്യ വാഹനങ്ങളുടെ റോഡ് നികുതി എത്ര കൂട്ടിയിട്ടുണ്ട്? 50% കൂട്ടിയിട്ടുണ്ട്. എത്ര വർഷം പഴക്കമുള്ളതാണ്? 15 വർഷത്തിലേറെ പഴക്കമുള്ള സ്വകാര്യ വാഹനങ്ങളുടെ എന്താണ് റോഡ് നികുതിയാണ്, റോഡ് ടാക്സ് ആണ് എന്ത് 50% കൂട്ടിയിട്ടുള്ളത്. കൂടാതെ എന്ത് 23 കോടതി ഫീസുകളും കൂട്ടിയിട്ടുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് ടാക്സും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഇലക്ട്രിക് വാഹനങ്ങളുടെ മാത്രമല്ല 15 വർഷത്തിലേറെ പഴക്കമുള്ള സ്വകാര്യ വാഹനങ്ങളുടെ റോഡ് ടാക്സും എത്ര കൂട്ടിയിട്ടുണ്ട്? 50% കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അടുത്ത് നമുക്ക് മറ്റു പ്രഖ്യാപനങ്ങളാണ് നോക്കേണ്ടത്. ജസ്റ്റ് എന്തൊക്കെയാണ് പ്രഖ്യാപനങ്ങൾ, എന്തൊക്കെയാണ് പദ്ധതികൾ എന്ന് മാത്രം നമ്മൾ നോക്കി പോവുകയാണ്. ഓക്കെ ആണല്ലോ. മറ്റു പ്രഖ്യാപനങ്ങൾ നോക്കാം. പ്രവാസികളും നാടുമായുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കാൻ ലോക കേരള കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ഓക്കെ, എന്താണ് ലോക കേരള കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. മാത്രമല്ല തിരുവനന്തപുരം മെട്രോ റെയിലിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ 2025-26 ആരംഭിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് എന്താണ് തിരുവനന്തപുരത്തിന് ഒരു മെട്രോ റെയിൽ വരുന്നു എന്ന് നമ്മൾ കേട്ടു. അപ്പം അതിന്റെ ഒരു പ്രാരംഭ പ്രവർത്തനങ്ങൾ 2025-26 കാലഘട്ടത്തിൽ ആരംഭിക്കും. മാത്രമല്ല
കണ്ണൂർ, കൊല്ലം, കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ എന്തുണ്ടാവും? IT പാർക്കുകൾ ഉണ്ടാവും. ഓക്കെ, എന്താണ്? പ്രവാസികളും നാടുമായുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കാൻ ലോക കേരള കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. പിന്നെ നമ്മുടെ തിരുവനന്തപുരം മെട്രോ റെയിലിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. പിന്നെ കണ്ണൂർ, കൊല്ലം, കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ എന്തുണ്ട്? IT പാർക്കുകൾ. ഓക്കെ, അടുത്തത് 2025-26 ലൈഫ് പദ്ധതിയിലൂടെ കുറഞ്ഞത് 1 ലക്ഷം വീടുകൾ പൂർത്തിയാക്കും. ലൈഫ് പദ്ധതി അറിയാലോ, നമുക്ക് വീടുകൾ കൊടുക്കുന്ന പദ്ധതി. അതിൽ എന്താണ്? കുറഞ്ഞത് 1 ലക്ഷം വീടുകൾ എങ്കിലും പൂർത്തിയാക്കും 2025-26 കാലഘട്ടങ്ങളിലാണ്. പിന്നെ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിക്ക് എന്ന് പറഞ്ഞാൽ കേരള ലാൻഡ് ബാങ്ക് ഫോർ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്. ക്ലിക്ക് എന്നൊരു പോർട്ടൽ ആരംഭിക്കും. അതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് കേരള ലാൻഡ് ബാങ്ക് ഫോർ ഇൻഡസ്ട്രിയൽ കോറിഡോർ ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ക്ലിക്ക് പോർട്ടൽ ആരംഭിക്കും. എന്തിനാണെന്ന് വെച്ചാൽ വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ലീസ് ചെയ്യുന്നതിനും സഹായിക്കുന്നതിനായി ആരംഭിക്കുന്ന ഒരു പുതിയ പോർട്ടലാണ് ക്ലിക്ക് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിക്ക് പോർട്ടൽ ആരംഭിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും നമ്മുടെ ലീസ് ചെയ്യുന്നതിനും സഹായിക്കുന്നതായിട്ടുള്ള ഒരു സർക്കാരിന്റെ പുതിയ പോർട്ടലിന്റെ പേരാണ് എന്ത് പറയുന്നത്? ക്ലിക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഇത് വലിയതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ ബാക്കി എക്സ്പ്ലനേഷൻ ആയിട്ടാണ് നമ്മുടെ ബജറ്റിന്റെ PDF നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പുതിയ പുതിയ പദ്ധതികൾ, പുതിയ പുതിയ പ്രഖ്യാപനങ്ങൾ എന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. തിരുവനന്തപുരത്ത് GPU ക്ലസ്റ്റർ സ്ഥാപിക്കും. ന്യൂ ഇന്നിങ്സ് എന്ന് പറയുന്ന മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ MT സ്മാരക പഠന കേന്ദ്രം, അത് നമ്മുടെ എന്താണ്? തിരൂറാണ് കേട്ടോ. തിരൂർ തുഞ്ചൻ പറമ്പിന് സമീപമാണ് എന്ത് ചെയ്യുന്നത്? MT സ്മാരക പഠന കേന്ദ്രം ആരംഭിക്കുന്നത്. MT വാസുദേവൻ നായർ ഇപ്പൊ അന്തരിച്ചു. അത് നമ്മൾ എന്താണ് 2024 ഡിസംബർ 25-നാണ് അതിനുശേഷം എന്തായാലും അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു IT സ്മാരക പഠന കേന്ദ്രമാണ്. എവിടെയാണ് വരുന്നത്? തിരൂറിലാണ് വരുന്നത്, തുഞ്ചൻ പറമ്പിന്റെ അടുത്തായിട്ട്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ പത്മഭൂഷൺ കിട്ടിയതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് MTയെ കുറിച്ച് എന്താണ് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ വൈക്കം സത്യാഗ്രഹ സ്മാരക പഠന കേന്ദ്രമുണ്ട്. അപ്പം വൈക്കം സത്യാഗ്രഹം എന്താണ്? നമ്മുടെ അതിന്റെ 100ാം വാർഷികം 1924-ലായിരുന്നല്ലോ. അപ്പൊ അതിന്റെ 100ാം വാർഷികം ആഴ്ച. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ഒരു സ്മാരക പഠന കേന്ദ്രമാണ്. അപ്പം 2 സ്മാരക പഠന കേന്ദ്രങ്ങളാണ്. ഒന്ന് MTയുടെയും ഒന്ന് വൈക്കം സത്യാഗ്രഹത്തിന്റെയും ആണ്. ഓക്കെയാണ്. അടുത്തുള്ള കുറച്ച് പദ്ധതികളാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. പാമ്പ് വിഷബാധ ജീവഹാനി രഹിത കേരളം. അപ്പൊ ഈ വർഷത്തോട് 2025-26 കൂടി എന്താണ്? പാമ്പ് വിഷബാധ അതുകൊണ്ട് മരണം സംഭവിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ബ്രേക്ക് ത്രൂ പദ്ധതി ഉണ്ട്. അതിനൊരു 10 കോടി വകയിരുത്തിയിട്ടുണ്ട്. എന്താണ് ബ്രേക്ക് ത്രൂ പദ്ധതി എന്ന് പറഞ്ഞാല് നമ്മുടെ എറണാകുളം ജില്ലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. പിന്നെ വരുന്നത് പുനരുജ്ജീവനം പദ്ധതി വരുന്നുണ്ട്. പിന്നെ എന്താണ് പുനരുജ്ജീവനം എന്ന് പറഞ്ഞാൽ തകർന്നു പോയ നമ്മുടെ വ്യവസായങ്ങളുണ്ടല്ലോ, തകർന്നു പോയ മാത്രമല്ല പിന്നെ പകുതിയിൽ വെച്ചിട്ട് നിന്ന് പോയൊക്കെ വ്യവസായങ്ങളുണ്ടല്ലോ, അത് പുനരുജ്ജീവിപ്പിക്കുക. അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. അപ്പൊ അത് കിട്ടും വ്യവസായം. അപ്പൊ ബ്രേക്ക് ത്രൂ എന്ന് പറയുമ്പോൾ മറ്റേ എറണാകുളത്തില് എന്താണ് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള അതിൽ നിന്ന് 10 കോടി. പിന്നെ പുനരുജ്ജീവനം എന്ന് പറഞ്ഞാൽ തകർന്നു പോയ വ്യവസായങ്ങള് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ കൊല്ലം ശാസ്താംകോട്ടയിൽ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കും. ഓക്കെ, പാമ്പ് വിഷബാധ ജീവഹാനി രഹിത കേരളം, അതായത് പാമ്പ് കേട്ടിട്ടുള്ള മരണം ഒഴിവാക്കുക, അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി. ബ്രേക്ക് ത്രൂ പദ്ധതി, പുനരുജ്ജീവനം പദ്ധതി, പിന്നെ ഇക്കോ ടൂറിസം പദ്ധതി. ഓക്കെ, പിന്നെ കോഴിക്കോട് ജില്ലയിൽ വനം വകുപ്പിന് കീഴിൽ പുതിയ ബയോളജിക്കൽ പാർക്ക് സ്ഥാപിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ വനം വകുപ്പിന് കീഴിൽ പുതിയ ഒരു ബയോളജിക്കൽ പാർക്ക് സ്ഥാപിക്കുന്നുണ്ട്. അപ്പൊ അടുത്തത് CM കിഡ് ആണ് കേട്ടോ. നമുക്കറിയാം 4ാം ക്ലാസ്സിൽ നമുക്ക് LSS പരീക്ഷ ഉണ്ടാവും. 7ാം ക്ലാസ്സിൽ വെച്ച് നമുക്കത് USS പരീക്ഷ ഉണ്ട്. അപ്പം അത് മാറ്റിയിട്ട് അതിന് പുതിയൊരു പേര് കൊടുത്തിട്ട് ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ്, ഒരു പരീക്ഷയുടെ ആ പേര് മാറ്റിയിട്ടുണ്ട്. CM കിഡ്, ചീഫ് മിനിസ്റ്റർ നോളജ് ഇന്റലിജൻസ് ആൻഡ് ഡിലിജൻസ് സ്കോളർഷിപ്പ്. LSS USS എന്ന് ഓർത്ത് വെച്ചത്. അതായത് നമുക്ക് 4ാം ക്ലാസ്സിലും പിന്നെന്താണ് 7ാം ക്ലാസ്സിലുള്ളവർക്ക് USS അങ്ങനെ ഒരു എക്സാം ഉണ്ടല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് അതിന്റെ പേര് മാറ്റിയിട്ടാണ് CM കിഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ചീഫ് മിനിസ്റ്റേഴ്സ് നോളജ് ഇന്റലിജൻസ് ആൻഡ് ഡിലിജൻസ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അടുത്തൊരു CM റിസർച്ച് സ്കോളർഷിപ്പ് എന്ന് പറയുന്നതുണ്ട്. അതെന്താണ്? ഗവേഷണ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് മാറിപ്പോകരുത്. CM കിഡ് എന്ന് പറയുന്നത് നമ്മുടെ LSS-ഉം USS-ഉം റീനെയിം ചെയ്തിട്ടുള്ളതാണെന്ന് ഓർക്കുക. പിന്നെ റിസർച്ച് സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ റിസർച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അറിയാലോ ഗവേഷണ വിദ്യാർത്ഥികളാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് ആണ് കേട്ടോ. അടുത്തത്
പിന്നെ നമ്മുടെ സ്വദേശാഭിമാനി കേസരി പുരസ്കാര തുക 1.5 lakh ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് 1 lakh ആയിരുന്നു മുന്നേ, ഇപ്പൊ എന്താണ് 1.5 lakh ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഭൂനികുതി സ്ലാബുകളിലെ നിരക്കുകൾ, ഭൂനികുതി 50% വർദ്ധിപ്പിക്കും, അത് ഓർത്തു വെക്കുക. ഭൂനികുതി 50% വർദ്ധിപ്പിക്കും എന്ന് ഓർത്തിരിക്കുക. കൂടാതെ നമ്മുടെ ഒരു ഗ്രീൻ ഹൈഡ്രജൻ വാലി എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട് കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കിയിരിക്കാം. അതെന്താണെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. പരിസ്ഥിതി സൗഹൃദമായ ഹൈഡ്രജൻ ഇന്ധനത്തിന്റെ ഉപയോഗം വ്യാപകമായി പ്രോത്സാഹിക്കപ്പെടുന്നുണ്ട്. സമൃദ്ധമായ ജലവും സൂര്യപ്രകാശവും ലഭ്യമായ നമ്മുടെ നാട്ടിൽ ഹൈഡ്രജൻ ഉൽപാദനത്തിന് അനുകൂല സാഹചര്യം ഉള്ളതുകൊണ്ട് ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹൈഡ്രജൻ വാലി എന്ന പുതിയ വിപുലമായ ഒരു പദ്ധതി എന്താണ് സംസ്ഥാനത്ത് ആരംഭിക്കുന്നുണ്ട്. അതാണ് ഗ്രീൻ ഹൈഡ്രജൻ വാലി എന്ന് പറയുന്നത്. അപ്പം ഹൈഡ്രജന് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഗ്രീൻ ഹൈഡ്രജൻ വാലി എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത് ക്ഷീരവികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പദ്ധതികളും കുറച്ച് പ്രഖ്യാപനങ്ങളുമാണ് നോക്കുന്നത്. സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ഏക പാൽപ്പൊടി നിർമ്മാണ യൂണിറ്റ് ആണ് മലപ്പുറം മൂർക്കനാട് മിൽമ പാൽപ്പൊടി ഫാക്ടറി. അപ്പൊ അടുത്തത് ക്ഷീരവികസനമാണ് കേട്ടോ. അപ്പൊ ഓരോന്നും സ്ഥാപിക്കുന്നുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട് ഏത് സ്ഥലത്താണെന്ന് നമുക്ക് നോക്കിപ്പോവാം. എന്താണ് സഹകരണ മേഖലയിലെ ഏക പാൽപ്പൊടി നിർമ്മാണ യൂണിറ്റ് ആണ് ഇവിടെ മലപ്പുറം മൂർക്കനാട് മിൽമ പാൽപ്പൊടി ഫാക്ടറി. അപ്പം അടുത്തത് എന്താണ് പാൽപ്പൊടി നിർമ്മാണ യൂണിറ്റ് എന്ന് ഓർത്ത് വെക്കുക. മലപ്പുറം നെടുകാൽത്തേരിയിൽ പുതിയ കാലിത്തീറ്റ ഫാം, നെടുകാൽത്തേരി TBM-ലാണ്, ട്രിവാൻഡ്രത്താണ് കേട്ടോ. കണ്ണൂർ ജില്ലയിലെ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഒരു ഗ്ലോബൽ ഡയറി വില്ലേജ്. ഓക്കെ, ഇത്രയും എന്താണ് ക്ഷീരവികസനവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഒന്ന് പാൽപ്പൊടി, ഒന്ന് കാലിത്തീറ്റ ഫാം, ഒരു ഗ്ലോബൽ ഡയറി വില്ലേജ് കേട്ടോ. സ്ഥലങ്ങൾ വ്യത്യസ്തമാണ്, ഓർത്തിരിക്കുക. അത് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടിട്ട് 2024 ലോക ഫിഷറീസ് ദിനാഘോഷത്തിന്റെ ഭാഗമായി രാജ്യത്തെ മികച്ച മറൈൻ സ്റ്റേറ്റായി കേരളത്തെയും മികച്ച മറൈൻ ജില്ലയായി ആരെയും കൊല്ലത്തെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഓരോ സ്ഥലത്തും, അതായത് ഓരോ മേഖലയിലുമുള്ള ഓരോ പദ്ധതികളാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അടുത്ത് ഉഡാൻ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി, കേരളത്തിൽ ടൂറിസം കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി പ്രയോജനപ്പെടുത്തുന്ന കേന്ദ്ര പദ്ധതിയാണ് എന്ത് ഉഡാൻ എന്ന് പറയുന്നത് കേട്ടോ. കേരളത്തിൽ ടൂറിസം കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി പ്രയോജനപ്പെടുത്തുന്ന കേന്ദ്ര പദ്ധതിയാണ് ഇത് ഉഡാൻ എന്ന് പറയുന്നത്. അടുത്ത കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പദ്ധതികൾ ഇതിനകത്തുണ്ട്. അപ്പൊ നമ്മൾ പദ്ധതികൾ മാത്രം സെപ്പറേറ്റ് ആയിട്ട് വേറെ വീഡിയോ ചെയ്ത് പഠിക്കുന്നതായിരിക്കും. അപ്പൊ അതായിരിക്കും നിങ്ങൾക്ക് പദ്ധതികൾ പഠിക്കുമ്പോൾ അത് മാത്രം പഠിച്ചാൽ മതി. ഇപ്പൊ ബജറ്റിന്റെ ഇടയിൽ ഒരുപാട് പദ്ധതികളും പ്രഖ്യാപനങ്ങളും വരുമ്പോൾ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. എന്നാലും ഒരു പ്രധാന പദ്ധതി ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പറയുന്നേ ഉള്ളൂ കേട്ടോ. അടുത്ത കേരള സർക്കാരിന്റെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് എന്ത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് നമുക്കറിയാം. പദ്ധതിയിലെ ഗുണഭോക്ത കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ ലഭിക്കും. ഇമ്പോർട്ടന്റ് ആണ് കാരുണ്യ. സോ അതുകൊണ്ടാണ് കാരുണ്യ പ്രത്യേകം പറഞ്ഞത്. ഒരുപാട് പദ്ധതികൾ വേറെ ഉണ്ട്, നമ്മളത് വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ മാർഗദീപം ന്യൂനപക്ഷ സ്കോളർഷിപ്പ്, അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായിട്ടുള്ള സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് മാർഗദീപം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇൻഫർമേഷൻ കേരള മിഷന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പദ്ധതിയുണ്ട്, ഇ ഗവേണൻസ് പദ്ധതിയാണ് കേട്ടോ. ഇൻഫർമേഷൻ കേരള മിഷൻ എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിന്റെ ഇ ഗവേണൻസ് പദ്ധതിയാണ് പറയുന്നത് ഇൻഫർമേഷൻ കേരള മിഷൻ. ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ മേഖലയിലും ഒത്തിരി പദ്ധതികളുണ്ട്. നമുക്ക് എക്സാമിന് ഓറിയന്റഡ് ആയിട്ട് കുറച്ച് നോക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇനിയും പദ്ധതികൾ ഒത്തിരി ഉണ്ട്. അതായത് നമ്മൾ അത് എന്ത് ചെയ്യും, ആരോഗ്യക്ഷേമ പദ്ധതികൾ പ്രത്യേകം, സാമൂഹികക്ഷേമ പദ്ധതികൾ പ്രത്യേകം, ബാക്കിയുള്ള പദ്ധതികൾ അല്ലാത്ത കുറച്ച് പദ്ധതികളുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യും പ്രത്യേകം പഠിക്കും. ഇപ്പൊ നമ്മുടെ ആരോഗ്യക്ഷേമ പദ്ധതികൾക്കാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ കൂടുതലായിട്ട് ചോദിച്ചു കാണുന്നത്. അതുകൊണ്ടാണ്. അപ്പം നമുക്കറിയാം ഓരോ മാസവും എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ പദ്ധതികൾ ഇറങ്ങുന്നുണ്ട്. അപ്പൊ പദ്ധതികൾ നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ട് അടുത്ത കുറച്ചായിട്ട് നന്നായിട്ട് ചെയ്യും. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് വൈസ് ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സോ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മുടെ ബാക്കിയുള്ള, അതായത് ഇത് ASM 10th മെയിൻസ്, ഡിഗ്രി പ്രിലിംസ്, CPO ഫോഴ്സിന്റെ എല്ലാം അതിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് ഇതിലാണ് ഇത് പോകുന്നത്. അപ്പൊ കേന്ദ്ര ബജറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കേരള ബജറ്റും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കേരള ബജറ്റ് നിങ്ങൾ എക്സാം സമയമാകുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നാൽ മതി. അപ്പൊ എന്ത് ചെയ്യുക, കേന്ദ്ര ബജറ്റും നോക്കുക. കേന്ദ്ര ബജറ്റിൽ കുറച്ചധികം ടോപ്പിക് മീൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ, നിർമ്മലാ സീതാരാമന്റെ നമ്മുടെ 8ാമത്തെ തവണയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ടല്ലോ, അപ്പം തുടർച്ചയായിട്ടുള്ളത് അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വരും, ഇതിലും വരാറുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യുക, ഇതിൽ കൂടുതൽ പദ്ധതികളായിരിക്കും ചോദിക്കുക. പിന്നെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എന്ത് ചെയ്യാം, കൺഫ്യൂഷൻ വരുന്ന ഒരു ഇതാണ്. അപ്പൊ ഞാൻ എല്ലാ പദ്ധതികളും സെപ്പറേറ്റ് ആയിട്ട് വേറെ വരും. ഇത് ജസ്റ്റ് കീവേഡ്സ് മാത്രമാണ്, എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് കേരള ബജറ്റിൽ നടന്നതെന്നുള്ളത്. ഒക്കെയാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.